ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മുടെ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ആകുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. സോ നമ്മുടെ ആ ഇൻക്രെഡിബിൾ ചൈന ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് ഡാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. സോ ഗ്രാൻഡ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് കൂടി ഡാഡിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ആൻഡ് ഡാഡിക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. സോ ഗ്ലാഡ് ദാറ്റ് നമ്മൾ ഇത്രയും സ്ട്രെനുവസ് ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചൈന ട്രിപ്പ് ആർക്കും ഒരു കുഴപ്പമില്ല നാട്ടിലെത്തിയെന്ന്. സോ നേരെ ഡാഡിയുടെ വീട്ടിലേക്ക്. അപ്പൊ ഡാഡി ഹാപ്പി ബർത്ത്ഡേ ടു യു. You are too late. ഡാഡി ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇതാ പായസം കുടിക്കുന്ന ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞാൻ എൻ്റെ മമ്മിയുടെ 2 സിസ്റ്റേഴ്സ് ആണ്. ഇത് പപ്പിച്ചിത്തി, ഇത് ഡോളച്ചിത്തി, ഇനി ലല്ലിച്ചിത്തി ഉണ്ട്, റാണിപ്പെരുമ ഉണ്ട്, ബാവുമാമ ഉണ്ട് അല്ലേ. അപ്പൊ ഇവര് 2 പേരും മമ്മിയുടെ സിസ്റ്റേഴ്സ് ആണ് കേട്ടാ. ഹായ് പറ, ഹായ് പറ ഡോൾച്ചിത്തി. അപ്പൊ ഡാഡി 80 ഇയേഴ്സ് യങ്, 80 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയില്ല, 80 ഇയേഴ്സ് യങ് ആയിരുന്നു. 80 ഇയേഴ്സിൽ എനിക്ക് ആക്ച്വലി ഡാഡിയോട് ഒരു പോഡ്കാസ്റ്റ് എന്നിട്ട് ഇപ്പം 80 ഇയേഴ്സ് ആകുമ്പോ എന്താ തോന്നുന്നു ഡാഡി തിരിച്ചു നോക്കുമ്പോ ലൈഫിനെ കുറിച്ച്? ഹാപ്പി ആണോ അതോ കുറെ കാര്യങ്ങൾ? ഓക്കെ, എന്തെങ്കിലും മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ബൈ. പിന്നെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ബാക്കിലേക്ക് നോക്കുമ്പോ ഡാഡിക്ക് എന്തെങ്കിലും റീഡു ചെയ്യണം എന്ന് വല്ലതും ഉണ്ടോ? ചെയ്ത കാര്യങ്ങൾ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും? അങ്ങനെ ഇല്ല, കാരണം ചെറുപ്പത്തിലെ വക്കീലാകണം ഒരു ആഗ്രഹം കൊണ്ടേ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് വേറെ തിരക്ക് കൂടി. എന്റെ ഏണിംഗ് തന്നെയാണ് വീടൊക്കെ വെച്ചത്. അപ്പൊ നല്ലൊരു ലൈഫായിരുന്നു വക്കീലായിട്ട് തുടക്കം. അപ്പൊ പിന്നെ വേറൊരു ലൈനിലേക്ക് പോകണമെന്ന് ഒന്നിലും അങ്ങനെ റിഗ്രറ്റ് ഒന്നും ഇല്ല. റിഗ്രറ്റ് ഇല്ല. അത് ഭയങ്കര റയറാ ഇത്രയും ഇയേഴ്സ് ആയിട്ട്. വേറെ ഏത് മേഖലയിൽ പോയാലും ഇതൊന്നും നടക്കില്ല. ഇങ്ങനെ ഒരു വീട് വയ്ക്കാനും ഇങ്ങനെ യാത്ര ചെയ്യാനും എത്ര ലക്ഷം രൂപ വേണം നമ്മളിപ്പോ ഞാൻ ചെലവാക്കിയ യാത്രയ്ക്കൊക്കെ. പിന്നെ ഡാഡിക്ക് വേറൊരു കാര്യം എന്താ അറിയോ? ഡാഡിക്ക് ആൺമക്കള് വേണമായിരുന്നാ? അങ്ങനെ വല്ലതും തോന്നിയോ? ആൺമക്കള് വേണമായിരുന്നോന്ന് തോന്നിയിട്ടുണ്ടോന്ന്? അതല്ല, അതൊന്നുമല്ല. പെൺമക്കള് 2 ആൺമക്കളെ പോലെ തന്നെ അല്ലേ ഡാഡി? ആൺമക്കളെക്കാളും ആണോ? ആൺമക്കളെ കെട്ടിക്കഴിഞ്ഞാല് ഭാര്യയുടെ ചുൽപ്പിടിക്ക് നിൽക്കും. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് നിക്കുന്നത്. മമ്മി ഡാഡിനെ മരിച്ച വരയില നിർത്തുന്നത്. വേറെ വീടൊക്കെ എടുത്ത് മാറിപ്പോയാലേ പെൺമക്കള് വേറെ വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും എന്നെ കാണാൻ വരും. അത് തന്നെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. റിഗ്രറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവരെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ കെട്ടിച്ച് വിട്ടിരുന്നെങ്കിലേ എനിക്കിപ്പോ അസുഖമാണ്, ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ അവര് ഓക്കെ കുഴപ്പമില്ല, കാശ് വേണമെങ്കിൽ കഴിച്ചു തരാന്ന് പറയും. വരാൻ പറ്റില്ല, അവര് വരില്ല, ലീവില്ല. അതുകൊണ്ട് ആ കാര്യത്തിലും ലക്കിയാ, ഹാപ്പിയാണ്. പിന്നെ ഡാഡി പറഞ്ഞത്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോ, ഞാനല്ല ഡാഡി ചെറുപ്പമായിരുന്നപ്പോ ഡാഡിക്ക് കുറച്ചും കൂടെ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് അങ്ങനെ ഇപ്പൊ തോന്നി എനിക്ക്. ഷുഗർ കൂടിയത് കാരണമേ അന്ന് വൈകുന്നേരം ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയായിരുന്നു. അന്നോട്ടെ ഫിറ്റ്നസിലേക്ക് പോയെങ്കിൽ അന്ന് ഒരു എറണാകുളം ജിംനാസ്യം ഉണ്ടല്ലോ സൗത്തില്, അവിടെ പോകാമായിരുന്നു. അങ്ങനെ വീട്ടിന്റെ മുകളിൽ തന്നെ ഈ മറ്റേ കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു. വീട് വാടകയ്ക്ക് കൊടുത്തു കരാട്ടെ ക്ലാസ്സിന്. അയാൾ എപ്പോഴും കരാട്ടെ മാസ്റ്റർ വിളിക്കും, സാറേ വാ വാ വാന്ന്. അവിടെ പോയിരുന്നെങ്കിൽ അത് പഠിക്കാൻ പോയിരുന്നു. അപ്പം ശരീരത്തിന് കുറച്ചുകൂടി ഊർജം കിട്ടി, ഷുഗറിന്റെ ലെവൽ കുറയ്ക്കാമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ അല്ലേ? അത് മാത്രമേ ആമക്കളായിരുന്നെങ്കില് കല്യാണം കഴിച്ച് പോയിട്ട് ഭാര്യയുടെ ചൊപ്പടിക്ക് നിൽക്കേണ്ടി വന്ന തന്നെയാണ്. അതുകൊണ്ട് പെൺമക്കളുള്ളത് ബെറ്റർ. അത് ഡാഡിയുടെ എക്സ്പീരിയൻസ് ആണ്. മമ്മി വരച്ച വരയില നിർത്തുന്നേന്ന്. മമ്മിയാണ് ഇന്ന് ഫുൾ സദ്യ ഉണ്ടാക്കി. അതൊന്നും പറയില്ല, ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു വന്ന ആളാണ്.
പക്ഷെ ആ വെജിറ്റേറിയൻ ഫുഡ് ഞാൻ കഴിച്ചു പോയി. ഡാഡിക്ക് ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ സന്തോഷം. അത്രേ ഒരു റെവല്യൂഷൻ ആയിരുന്നു മമ്മി ഇന്നത്തെ കുക്കിംഗ്. ആര് അതാരാ വിളിക്കുന്നത്? ഇത്രയും ഈ വയസ്സ് വരെ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല, ഒരുപാട് ഈ വയസ്സില് എത്ര യാത്ര ചെയ്യാൻ പറ്റും? യാത്ര ഒക്കെ സന്തോഷം ഇനിയും സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. അച്ഛന് 10 മക്കളിൽ ഞാൻ മാത്രമേ ഇപ്പൊ ശേഷിക്കുന്നുള്ളൂ. ഓ, സിബ്ലിങ്സ് ആരും ഇല്ല ഡാഡിയുടെ? ഉള്ളവര് മോളിലൊക്കെ പോയി. ഓ, ഞാൻ ഒറ്റയാണ്. ഓ, അപ്പൊ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തില് ഒറ്റയാനായിരിക്കുന്നില്ല. അത്രയും ലൈഫ് തന്നല്ലോ. ലൈഫ് മാത്രമല്ല, ക്വാളിറ്റി ലൈഫ് തന്നിട്ട് കാര്യമില്ല. അത് ഹെൽത്തി ആയിട്ട് കറക്റ്റാ. ഹെൽത്തിയും വേണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷിയും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ വെറുതെ ലൈഫ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഈ മരിച്ചുപോയവരൊക്കെ നല്ല നിലയിൽ ആ, അതുകൊണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഹെൽത്ത് ഇല്ലായിരുന്നല്ലോ. നല്ല നിലയിൽ തന്നെ ജീവിച്ചവരാണ്. അല്ല, ഹെൽത്ത് വൈസ് മറ്റേ ചിത്തപ്പൊക്കെ ഭയങ്കര വണ്ണം ഒക്കെ ആയിരുന്നില്ലേ? അതെ, അതെ, മൂത്ത ബ്രദർ വാദത്തിൽ മരിച്ചു. അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട്. എന്റെ ഒരു സിസ്റ്റർ ക്യാൻസർ കൊണ്ട് മരിച്ചു. അതാണ്, രണ്ടും കിട്ടുന്ന ഭയങ്കര ഭാഗ്യം ഇന്നത്തെ കാലത്ത്. അടിപൊളി. അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനെ തന്നെ പോണം, യാത്ര ചെയ്യണം. അതെ, കൊറേ കറങ്ങാനുണ്ട് ഇനിയും ബാക്കി. 80ാമത്തെ പിറന്നാളുണ്ട്. ഇത് 80th അല്ലേ? 79 തുടങ്ങുകയാണ്. ഓ സോറി, ഞാൻ 80th ആണ്. 79th ബർത്ത്ഡേ ആ. 79th കഴിഞ്ഞു. ഓക്കെ, ഇന്ന് 8 ഇന്നോട്ട് 80 ഇയേഴ്സ് ഓൾഡ് ആയി. ഓക്കെ, 80 കടക്കുന്നു. അപ്പൊ 80th ബർത്ത്ഡേ ഇത്. അതാ ഞാനും പറഞ്ഞ ഗ്രാൻഡ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമുക്ക് ഇനി യാത്ര ചെയ്യണം. ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കും. ആ, പാത്തുവിന്റെ കല്യാണം കാണും, നച്ചുവിന്റെ കല്യാണം കാണും, വേദുവിന്റെ കല്യാണം കാണും. ഓ, വേദുവിന്റെ കോളേജ് ഡേയ്സ് കാണണം. ഉണ്ടാ? അപ്പൊ പിന്നെ കല്യാണം കൂടെ കണ്ടോ? വേദുവിനെ നേരത്തെ കെട്ടിച്ചു വിടാം. അവന്റെ ലൈഫ് അടിച്ചു പൊളിക്കുന്ന ലൈഫൊക്കെ. എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും. ഗേൾ ഫ്രണ്ട്സ് കാണുവോ? ഓ, അതൊക്കെയാണ് ഡാഡിയുടെ ക്യൂരിയോസിറ്റി. അതൊക്കെ ഒന്ന് കാണാം. ഉറപ്പായിട്ട് അവൻ കോളേജ് ഡേയ്സ് അടിച്ചു പൊളിക്കും. ആണല്ലേ? ഒരേ നാളല്ലേ അതെ. രണ്ടുപേരും? അപ്പൊ ഇനി നമുക്ക് കുറെ യാത്ര എന്തായാലും ചെയ്യണം. ഡാഡി ഹെൽത്ത് ഇപ്പൊ ചെറിയൊരു ഇഞ്ചുറി, അത് നമ്മൾ ഇത്രയും ട്രിപ്പ് ചെയ്തതിന്റെയാണ്. റെസ്റ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ബാങ്കോക്കിലെങ്കിലും പോയി ഒരു ബബിൾ ടീ കുടിക്കണം. അപ്പൊ രാത്രി കാണാം. ഓക്കെ, മമ്മി അടിപൊളി സദ്യ. ഡാഡിയുടെ ബർത്ത്ഡേ ആയിട്ട് മമ്മിയുടെ വകയാണ് സദ്യ. അപ്പൊ എന്തൊക്കെയാ സ്പെഷ്യൽ? ഞാനാ ഉണ്ടാക്കിയത്. എല്ലാം വാങ്ങിച്ചില്ല. എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നത്? പായസം. പായസം ഏത് പായസ? സേമിയ പായസം. സേമിയ പായസം. അപ്പൊ എന്തൊക്കെയാ ഉണ്ടാക്കിയേ? സാമ്പാറ്, അവിയല്, മാമ്പഴ പച്ചടി, കിച്ചടി. മാമ്പഴ പച്ചടി സദ്യയില് വരുന്ന സംഭവം അല്ല, അത് സെപ്പറേറ്റാ. അത് മാമ്പഴ പുളിശ്ശേരിയും വെക്കും. ഞാൻ മാമ്പഴ കാളൻ കുറുക്കി വെച്ചു. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ. പിന്നെന്താ, ദില്ലുവിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി. ദില്ലു വെജ് കഴിക്കാത്തോണ്ട് ദില്ലുവിന് സ്പെഷ്യൽ ചിക്കൻ വെച്ചു. പിന്നെ ബാക്കി തോരൻ, ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ട്. അത് പ്രിയക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ദൈവമേ, എത്ര നേരം എടുത്തു എല്ലാം കൂടെ? രാവിലെ 10:30 കേറി. അത്രയും കേറിയല്ലോ? 10:30 കേറി 1 മണിക്ക് എല്ലാം റെഡി ഫിനിഷ് ചെയ്തു. ദൈവമേ, രണ്ട് തരം അരിയും വെച്ചു. ഒരു വെള്ള അരിയും വെച്ചു, ചുമന്ന അരിയും വെച്ചു. പിന്നെ പിക്കിളുകളൊക്കെ എപ്പോഴും ഇവിടെ ഉള്ളത് കൊണ്ടിട്ട് അതൊന്നും വെക്കേണ്ടി വന്നു. പായസവും നമ്മൾ സ്ഥിരം മറ്റേ പുറത്തുനിന്ന് അടയാ വാങ്ങാറ്. പക്ഷെ ഇത്തവണ എല്ലാം പായസം സഹിതം അല്ലേ മമ്മിയാ കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൂപ്പർ സൂപ്പർ മമ്മി. മമ്മി ഉണ്ടാക്കിയ സദ്യ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് മമ്മി വെജ് സദ്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നേ. ഇങ്ങനെ നമ്മള് നമ്മുടെ ബർത്ത്ഡേക്ക് അഭിനയിക്കണോ? എങ്ങനെ? ബർത്ത്ഡേ അല്ലാന്ന് അഭിനയിക്കണം. ജോലിക്ക് പോവാന്ന് അഭിനയിക്കണം. ഒളിക്കണോ റൂമിലാ? എന്നിട്ട് ബർത്ത്ഡേ ഉള്ള സ്ഥലത്ത് ഒളിക്കണം. എന്നിട്ട് ഡെക്കറേഷൻ ഒക്കെ വെച്ചിട്ട്
മറ്റേ നിങ്ങളുള്ള സ്ഥലത്ത് വന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്ത ഹാപ്പി ബർത്ത്ഡേ. ഓ അങ്ങനെയാണോ ബർത്ത്ഡേ സെലിബ്രേഷൻ? ഓ ഇതുണ്ട്, അങ്ങനെ ആക്കാം കേട്ടാ. വേണ്ട വേണ്ട, എല്ലാം നമുക്ക് ഒളിച്ചൊളിച്ച് ചെയ്യാം കേട്ടാ. വീടൂടെ അല്ല, പിന്നെ ഡാഡി മമ്മ അപ്പ അമ്മ. അങ്ങനെയാണോ? ഓക്കെ. ഡാനിയുടെ അവിടെ ഡിന്നറിന്റെ പോകുന്നതിന് മുമ്പ് ഞങ്ങള് സ്റ്റോറിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ക്ലോസ് ടു 1 month കഴിഞ്ഞ് വന്നിരിക്കുവാണ്. താങ്ക്ഫുള്ളി ഇതേ പ്രിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയായി പോന്നു. അകത്ത് എന്തൊക്കെയോ കുറച്ച് പുതുമയൊക്കെ ഉണ്ട്. പ്രിയ കയറിപ്പോയിട്ടുണ്ട്. വേദുനും ഫ്രഞ്ച് ടോസ്റ്റിലെ മാക്രൂൺസ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ക്രേവിംഗ് ആണ്. അത് വാങ്ങിയിട്ട് നേരെ ഷോപ്പിനകത്തേക്ക് പോയാൽ ഞങ്ങൾ ചൈനയിൽ നിന്ന് ആക്ച്വലി കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ കം സൂൺ. അല്ലാതെ കുറേ പുതിയ ബ്രാൻഡ്സിന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആൻഡ് ഉടനെ തന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷനിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺ ജ്വല്ലറി ബ്രാൻഡൊക്കെ ഗ്രാൻഡ് സ്കെയിലായിട്ട് ഒരു ഹാപ്പി സ്റ്റോറിൽ വരുന്നതായിരിക്കും. എക്സൈറ്റിംഗ് ടൈംസ് ആണ് ഹെ. അതിൻ്റെ കൂടെ നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഗോയിങ് ടു ബി ഓൺ ജൂലൈ 12th and 13th ആസ്പിൻ കോർട്ട്യാർഡിലാണ്. സോ അത് ഒഫീഷ്യലി ഒരു വീഡിയോ ഇടാം. പക്ഷേ എല്ലാവരും വരണം. വെരി എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ കഴിഞ്ഞ അവിടത്തെ കാട്ടി ഗ്രാൻഡായി നടത്താനാണ് പ്ലാന്. ഹലോ, വെൽക്കം ടു ഒരു ഹാപ്പി സ്റ്റോർ ആഫ്റ്റർ 1 month. ആഫ്റ്റർ ചൈനയൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ പുതിയ പ്ലാനൊക്കെ ആയി തിരിച്ച് വീണ്ടും വന്നിരിക്കുവാണ് അല്ലേ? ഫീൽ സോ ഗുഡ് ടു ബി ബാക്ക്. വീട്ടിലേക്ക്. അതെ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പുതിയ ബ്രാൻഡ്സ് നമ്മൾ ഇല്ലാത്ത ടൈമിൽ ഇത് എല്ലാരും എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി ഇതിനെ പറ്റി പറഞ്ഞില്ലാന്ന്. ഇത് നമ്മുടെ ഷോപ്പിലത്തെയാണ്. ഓക്കെ. ഒരു ഹാപ്പി സ്റ്റോറിലാണ് ഈ ബ്രാൻഡ് ദി പീസസ് എന്ന ബ്രാൻഡിന്റെ. ഓക്കെ. കൊള്ളാല്ലേ? ഇതോ അത് നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ. ഓക്കെ. കയ്യിലുള്ളത് ചൈനയുടെ. അത് നമുക്ക് ഹോപ്പ്ഫുള്ളി ഉടനെ വരും അല്ലേ? മമ്മിയുടെ ഷേപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതെ, മമ്മി സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് ഇട്ടിരിക്കുവാണ്. ജസ്റ്റ് ഒന്ന് റഫ് കാണിക്കാം. ഡിന്നറിന് പോകാൻ സമയമായി. ഇത് കാറ്റീസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അഫോർഡബിൾ റേറ്റ്സിനല്ല, നല്ല ഡെയിലി വെയറും ഉണ്ട്, പാർട്ടി വെയർ സൽവാസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഈ വന്ന ബ്രാൻഡിനൊക്കെ പുതിയ ബ്രാൻഡ്സിനൊക്കെ അത്യാവശ്യം നല്ല, ഞങ്ങൾ നോക്കിയപ്പോ നല്ല സെയിൽ റിപ്പോർട്ട് ഉണ്ട് ഈ ഒരു മാസത്തില്. അപ്പൊ എനിക്ക് എന്താ പറയാ, നമ്മുടെ എക്സിബിഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്സിനാണ് നമ്മൾ എടുത്തത്. കൂടുതലും നമ്മൾ അങ്ങനെയാ ചൂസ് ചെയ്യുന്നത്. എക്സിബിഷന് നമുക്ക് അറിയാൻ പറ്റും ഏതായിരിക്കും നമ്മൾ ഷോപ്പിൽ പോകുന്നത്. കസ്റ്റമർ റിയാക്ഷൻ നമുക്ക് അവിടെ കാണാമല്ലോ. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്കും ഇൻവൈറ്റ് ചെയ്ത് സെലക്ട് ചെയ്യും. ഓക്കെ. ഇത് ഹെർമാർട്ട്. ഹെർമാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവര് നമ്മുടെ റാഡിസൺ ബ്ലൂലുണ്ടായിരുന്നു. കാലിക്കറ്റ് ഇല്ലായിരുന്നു, എറണാകുളത്തായിരുന്നു. ഹെർമാർട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഇതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിന്റെ ഡെയിലി വെയർ സൽവാസും പാർട്ടി വെയർ സൽവാസ് ഒക്കെയാണ്. പിന്നെ വന്നിട്ട് മമ്മിയുടെ ഷേപ്സ് കിടക്കുന്നുണ്ടല്ലോ പ്രിയ. നമ്മുടെ കോസി ഇതൊക്കെ ഉണ്ടോ? നിങ്ങക്ക് ധൈര്യത്തോടെ എടുക്കാം കേട്ടോ. കംഫർട്ടബിൾ നൈറ്റ് വെയർ ഈ ചൂടത്ത് ഇടാൻ വേണമെങ്കിൽ. കളറും ഫേഡാവില്ല, സ്ട്രെച്ചും ആവില്ല, കംഫർട്ടബിളും ആയിരിക്കും. അതെ, തായ്ലൻഡിൽ പോയി തൊട്ട് എല്ലാം കൺഫേം. പ്രിയ ഏകദേശം 6-7 മാസമായി ഇടുന്നു, ഒരു കുഴപ്പമില്ല. ഭയങ്കര ക്യൂട്ടാണ്. കൊറിയൻ പാറ്റേൺസ് ആണ്. അത് മാത്രമല്ല, ഇത് നമുക്ക് ഷോർട്സ് ഉണ്ട്, പാൻസ് ഉണ്ട്, വെറുതെ ടോപ്പ് മാത്രമായിട്ടുള്ളതുണ്ട്, ലോങ് ടോപ്പ് മാത്രം. ഇത് ഷോർട്സ് ഇല്ല, ഇത് ഷർട്ടും പാന്റും. ഷർട്ടും പാന്റും. അപ്പൊ കോസി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ വന്നാൽ മതി. പാറ്റേൺസ് വന്നിട്ട് ഇതൊക്കെ നോക്ക്. നിങ്ങക്ക് ഇപ്പൊ തന്നെ എന്റെ സുഖം ആലോചിക്കാലോ ഇത് ഇട്ടാ. സുഖം മനസ്സിലാവും. പിന്നെ നമുക്ക് കിഡ്സിന്റെ കുറച്ച് നല്ല വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ കുറെ പുതിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വാങ്ങി. കാരണം കേരള സ്നാക്സ് കഴിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. സോ അതേ കുറച്ച് കേരള സ്നാക്സും അതുപോലെ തന്നെ നല്ല ഹോം മെയ്ഡ് പിക്കിൾസും. ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചൂടത്ത് നിങ്ങൾക്ക് വേണ്ട സാധനം റോസ് സിറപ്പാണ്. ഇതിൽ നല്ല തണുത്ത പാലൊഴിച്ച് കുടിച്ചാൽ ഭയങ്കര സുഖമാണ്. നല്ല പേരാണല്ലോ, കൊക്കോ ബനാന. കഴിക്കാൻ തോന്നുന്നുണ്ടോ? ചെറിയൊരു കഫേയുടെ പേര് പോലെ ഉണ്ട്. ഇവര് നല്ല അഫോർഡബിൾ ലൈക്ക് ഗോവൻ സ്റ്റൈൽ പേരിന് പറ്റിയതാ. യുണീക്ക് ആയ കുറെ ഔട്ട്ഫിറ്റ്സ് ആണ്. ഫങ്കി ഔട്ട്ഫിറ്റ്സ് ആണ്. കണ്ടോ? ഇങ്ങനത്തെ കുറെ നല്ല നല്ല ടോപ്സും ഉണ്ട് ഇവരുടെ അടുത്ത്. ഇങ്ങനത്തെ നല്ല നല്ല വെസ്റ്റേൺ, ഇതൊരു ബോഹോ സ്റ്റൈൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ കുറെ നല്ല ടോപ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല കണ്ടോ? നല്ല നല്ല ടോപ്സ് ഉണ്ട് ഇവരുടെ. പിന്നെ നമ്മുടെ കിഡ് സെക്ഷനിലും ഇപ്പൊ എനിക്കൊന്ന് കൊച്ചിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് സാക്ക് ആൻഡ് കേക്കി.
അവരുടെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ കിഡ്സിന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അതല്ലാണോ ചിയ ഉണ്ട്, ഫേമസ് ആണ്. അപ്പൊ ഇവിടെ ഓഫർ ഉണ്ട് 999 ആണോ? കിഡ്സിന്. സാധാരണ കിഡ്സ് ക്ലോത്തിങ് ആണ് എക്സ്പെൻസീവ്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഡിസൈനർ ക്ലോത്തിങ്. ഡിസൈനർ അല്ല, കസ്റ്റം മെയ്ഡ് ക്ലോത്തിങ്. ഇതിൽ ഏതെടുത്താലും 999 ആണ്. ഓ നൈസ്. ഇത് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഓക്കെ കുട്ടികളുടെ വളരെ ക്യൂട്ടാണ്. എല്ലാം ഇതെല്ലാം 999 ആണ്. ഇനി ഇവിടെയൊക്കെ കുറച്ചും കൂടെ പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ലിറ്റിൽ ബോക്സിനൊക്കെ സ്കൂള് തുടങ്ങാറാവുമ്പോഴേ ഒരു മാസത്തിൽ അങ്ങനത്തെ സാധനങ്ങൾ വരും. പിന്നെ ഈ ബ്രാൻഡ് ഫ്രിൽസ് ആൻഡ് ലേസസ് ഉണ്ടല്ലോ. ഫ്രിൽസ് ആൻഡ് ലേസസ് ഉണ്ട്. ഫ്രിൽസ് ആൻഡ് ലേസസ് നല്ല ബ്യൂട്ടിഫുൾ സൽവാർസ് ഉണ്ട്. നൈസ്, വെരി നൈസ് സൽവാർസ്. എനിക്ക് തോന്നുന്നു സൽവാറിന് ഇപ്പൊ നമുക്ക് ഒരുപാട് അടിപൊളി ബ്രാൻഡ്സ്, കസ്റ്റമേഴ്സ് എന്തായാലും വന്ന സൽവാർ മനസ്സിൽ വിചാരിച്ചു അത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ഓരോ ഫാമിലി ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പാർട്ടി വെയറിന് ഒരു ബ്രാൻഡ്, ഡെയിലി വെയറിന്, കോട്ടൺ വെയർസ്, അങ്ങനത്തെ എത്നിക് വെയർസ്, ഡിസൈനർ വെയർസ്, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ടുലിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതും നല്ല സമ്മർ വെയറിന് പറ്റിയ നല്ല ഡ്രസ് അല്ലേ ഇത്? ഞാനിപ്പോഴാട്ടോ സത്യം പറയാലോ, എന്റെ ഷോപ്പിൽ തന്നെ ഞാൻ വരുമ്പോ ആരെങ്കിലും ഏതെങ്കിലും ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോയി ഞാൻ തന്നെ ചോദിക്കും ഇത് എവിടുന്നാ വാങ്ങിച്ചത്. ഷോപ്പിന്റെ അകത്ത് വന്നിട്ട് ട്രയൽ നമ്മളെല്ലാം കാണുന്നില്ലല്ലോ കളക്ഷൻസ്. കസ്റ്റമർ ട്രയൽ ഇട്ടിട്ട് ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി പുറത്തു വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇത് എവിടുന്നാ വാങ്ങിച്ചെന്നിട്ട് പയ്യോ അത് ഇവിടത്തെ ഡ്രസ്സാന്ന് പറയും. ഇത് ടുലിൻ എന്ന ബ്രാൻഡാണ്. ഇതും ഇതുമാതിരി കോട്ട് സെറ്റ്സ് ഒക്കെ ഉണ്ട്. വെരി നൈസ് എത്നിക് കോട്ട് സെറ്റ് പോലെ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് കോട്ടൺ വെയർ, നോ? എല്ലാം നമ്മൾ അങ്ങനത്തെ അല്ലേ എടുക്കുന്നത്. ഇത് ഷോർട്ട് ടൈപ്പ്, അകത്ത് ഇതിനെ ഇതെല്ലാം കസ്റ്റം മെയ്ഡ് ആണ്. സോ യുണീക്ക് ആയിരിക്കും. എവരിതിങ് വിൽ ബി യുണീക്ക്. നല്ല ഭംഗിയില്ലേ? നൈസ്. ടോപ്പ് ആൻഡ് പാന്റ്സ്. സോ അങ്ങനത്തെ നല്ല ഇതും അഫോർഡബിൾ റേറ്റ്സ് ഉള്ള ബ്രാൻഡാ. പിന്നെ നമ്മുടെ ബാങ്കോക്ക് ഫാഷനിൽ പുതിയ സ്റ്റോക്ക് വീഡിയോ വരുമ്പോഴേക്ക് കേട്ടണം കേട്ടാ. ബാങ്കോക്കിന് എത്തിയിട്ടുണ്ടല്ലോ. ഡീകോറിന്റെ ഹോം ആൻഡ് കോ എന്ന് പറയുന്ന ഇവർക്ക് ബെഡ്ഷീറ്റ് ഉണ്ട്, കുഷൻ കവേഴ്സ് ഉണ്ട്, ടിഷ്യൂ ബോക്സ് കവർ ഉണ്ട്. കണ്ടോ, വെരി ബ്യൂട്ടിഫുൾ. ഇത് കണ്ടോ, ഇത് ടേബിൾ മാറ്റ്സ്, നല്ല ഭംഗിയല്ലേ? ഇതൊക്കെ എംബ്രോയിഡറി വർക്ക്. അതും ഗിൽറ്റ് പോലത്തെ മെറ്റീരിയൽ അല്ലേ? ഇത് കണ്ടോ, ടവൽസ്. നമ്മുടെ ഇങ്ങനത്തെ ടവൽസിന്റെ സാധനം. ഇതുമാതിരി കുഷൻ കവേഴ്സ് ഒക്കെ. ഇത് കുഷൻ കൂടെ കിട്ടും നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. എല്ലാരും കുഷനും കൂടെ അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ കുറെ പേര് പ്രിയനെ പോലെ വന്ന് കുഷനോട് എടുത്തോണ്ട് കുഷൻ കവേഴ്സ് മാത്രം കേട്ടോ. അവരൊരു ഡിസൈൻ വേണ്ടി ഇട്ടിരിക്കുക. അല്ല അല്ല, ഇതൊക്കെ നോക്കി. ഇത് കണ്ടോ, ടിഷ്യൂ ബോക്സിന്റെ ഭയങ്കര ഭംഗിയുണ്ട്. അതുമാതിരി തന്നെ ബെഡ്ഷീറ്റ്സും, ഒരുപാട് ബെഡ്ഷീറ്റ്സ് ഉണ്ട്. ഒരുപാട് ബെഡ്ഷീറ്റ്സ് ഉണ്ട്. ഫ്ലവർ, ഇതൊക്കെ ഹാൻഡ് എംബ്രോയിഡറിയാ. ഫ്ലവർ നോക്ക്, ബെഡ് സ്പ്രെഡ്സ് ആണ് ഇത് മൊത്തം. വെരി നൈസ്. പിന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ക്വിൽറ്റിന്റെ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ എർത്തി സ്പേസിന്റെ ക്വിൽസ് ഉണ്ട്. സമ്മേഴ്സിന് നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉപയോഗിക്കാം, എസിയിലാണെങ്കിൽ പോലും. കാരണം സെറാമിക്സിന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്, ഡെക്കോർസ് ഒക്കെ ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ വിചാരിക്കും നമ്മുടെ ഷോപ്പ് ഒന്ന് എർത്തി സ്പേസിന്റെ മറ്റേ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അത് പോയി തോന്നുന്നു. ഒരു എസ് മാരി അതൊക്കെ പോയി കാണും. അതും ചായ സെറ്റ് ഒന്നും കാണുന്നില്ല. ഒന്നും ചായ സെറ്റ് ഒക്കെ അവരടുത്ത് ഇത് ചെയ്യാൻ പറയണം. ബെഡ് സ്പ്രെഡ്സും ഇത് വേണ്ട. ഇതും ടേബിൾ റണ്ണറാ. എന്ത് ഭംഗിയല്ലേ? നമ്മുടെ ടേബിൾ റൗണ്ട് ആയി പോയി. നല്ല ഭംഗിയല്ലേ? നല്ല ടേബിൾ റണ്ണേഴ്സും ഇവർക്കും കുഷൻ കവേഴ്സും ഉണ്ട്, ക്വിൽസും ഉണ്ട്. കൈസിന്റെ നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡെക്കറേഷൻ ആണെങ്കിലും സ്പൂൺസ്, ഫോക്സ്, അതുപോലെ ഡീകോർ, പല രീതിയിലുള്ള. ഇത് നോക്ക്, ടവലാന്ന് തോന്നുന്നത്. കൊള്ളാലോ അത്. അതാ പറഞ്ഞേ, ജസ്റ്റ് ഇങ്ങനെ നല്ലല്ലേ അത്? പല കളേഴ്സ് ഉണ്ട്. ബേബീസിന്റെ ആയിരിക്കും ചിലപ്പോ. അങ്ങനെയൊന്നുമില്ല, ഹാൻഡ് ടവൽസാ. വെരി നൈസ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാഗ്. അതുമാതിരി കിച്ചൺ യൂട്ടൻസിൽസ് ഉണ്ട്. ഇതും ഭയങ്കര ക്യൂട്ട് ആയിട്ടില്ലേ? ഇത് സോപ്പാ, സോപ്പ് ഹോൾഡർ പോലെ നമ്മള് ഹാൻഡ് വാഷ്. കൊള്ളാല്ലേ?
ഇതില് നിക്കുമ്പോ ഇതിലേ ഒഴുകുള്ളൂ. ഓ അത് കൊള്ളാം. അപ്പൊ അടിയിലേക്ക് പോയാലും ആ ടബി കിടക്കും. അതില് കിടക്കും. നന്നായിട്ടുണ്ട് അത്. കൊള്ളാല്ലേ? ഈ ബ്രാൻഡ് ചിലപ്പോ കുറച്ചു പേർക്ക് അറിയായിരിക്കും. വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ അവര് കൂടുതലും ഹാൻഡ്ലൂം സാരീസ്, കൂടുതലും ഹാൻഡ്ലൂം വെച്ചിട്ടാണ് അവരുടെ പ്രോഡക്ട്സ് ഉള്ളത് ചെയ്യുന്നത്. ഇതാ ഇങ്ങനത്തെ നല്ല നല്ല ഹാൻഡ്ലൂം ഡ്രസ്സസ് ഉണ്ട്. വെരി നൈസ്. നല്ല നല്ല പ്രിറ്റി സാരീസ് ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇങ്ങനത്തെ കുറെ നല്ല ഹാൻഡ്ലൂം ഡ്രസ്സസ്, കുട്ടികളുടെ ഡ്രസ്സും ഉണ്ട് കേട്ടോ ഇവർക്കല്ലേ. പ്ലസ് ഇതൊക്കെ പട്ട് സാരികളും ഉണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നോക്കി. ഓ നൈസ്. വെരി നൈസ്. നോക്ക് വർക്ക് ഒക്കെ ഇവിടെ ഉണ്ട്. കോളേഴ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഇത് ഫുൾ ഹാൻഡ്ലൂം ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ ദേ ഹാവ് വെരി പ്രിറ്റി ഹാൻഡ്ലൂം സാരീസ്. ഇതാ നോക്കിക്കേ, നല്ല നല്ല കളേഴ്സ് ഉണ്ട്. കോമൺ അല്ല ഇങ്ങനത്തെ കാണാറില്ല. ഹാൻഡ്ലൂം സാരി ഉണ്ട്, അതുകൂടാതെ ഓർഗൻസ സാരിയും ഉണ്ട്. ഓർഗൻസയില് നമുക്ക് ഓർഗൻസ ഫാബ്രിക്കില് സാരീസ് ഉണ്ട്. നല്ല പ്രിറ്റി ആയിട്ടുള്ള സാരീസും. അയ്യോ ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ ഞാനും ഇപ്പോഴാട്ടോ കാണും. ഇതില് പെയിന്റഡ് ആണ് ഇത്. ഫ്ലവർ ഹാൻഡ്ലൂം സാരിയില് അത് പല്ലൂല് വരും. നല്ല ഭംഗിയില്ലേ? അപ്പൊ ഇതിന്റെ വില്ലേജും ഉണ്ട് നമ്മുടെ ഷോപ്പില്. നല്ല ഭംഗിയില്ലേ? ജ്വല്ലറി. ഇവർക്ക് ജ്വല്ലറീസും ഉണ്ട്. ജ്വല്ലറീസും ഉണ്ട്. ജ്വല്ലറീസ് കുറച്ച് കളക്ഷനേ ഉള്ളൂ. എനിക്ക് അവരുടെ ഡ്രസ്സിന് ചേരുന്ന ജ്വല്ലറീസ് ആയിരിക്കും. ഇത് ചോക്കറാ. ഇങ്ങനെ ഇടുന്ന ചോക്കറാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫാബ്രിക് ഇപ്പൊ മൊഡാൾ സിൽക്ക് കുറച്ച് ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. കഫ്താൻസും സാരീസും ഷർട്ട്സും. അത് മൊഡാൾ സിൽക്കിന്റെ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റും ആണ്, ലൈറ്റ് വെയിറ്റും ആയിരിക്കും. അതെ, ഭയങ്കര മേത്തിട്ടാൽ ഇങ്ങനെ ഊരി ഊരി പോകും. അങ്ങനത്തെ ടൈപ്പ്. അപ്പൊ മൊഡാൾ സിൽക്കിന്റെ സൽവാർ, ഇവർക്ക് സൽവാർ ഉണ്ട്, ഷർട്ട്സ് ഉണ്ട്, സാരീസും ഉണ്ട്. നല്ല ഭംഗിയുള്ളതാ. ഇതൊക്കെ മറ്റേ ഒരു അജ്രക് പാറ്റേൺസ് ആണല്ലോ. അജ്രക് പാറ്റേണില് മൊഡാൾ സിൽക്ക് ഫാബ്രിക്. മൊഡാൾ സിൽക്ക് പാറ്റേൺ, പ്രിന്റ് ഒക്കെ അജ്രക് പ്രിന്റാ. ബ്ലൗസസ് ഉണ്ട് കണ്ടോ, റെഡിമെയ്ഡ് ബ്ലൗസസ്. ഭയങ്കര ഇതൊക്കെ ഇത് വൈറ്റും ബ്ലാക്കിന്റെയും കൂടെ ഒക്കെ പോകും. ഇവൻ ആ വീവേഴ്സിന്റെ ഒരു സാരി എടുത്തിട്ട് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂഷൻ ഡ്രസ് പോയി. അതെ, അങ്ങനെയായി. അതിന് ഷോർട്ട്സും ഉണ്ട് വർക്ക് ഫാബ്രിക്കിന്. നല്ല നല്ല ഷോർട്ട്സും ഉണ്ട്. ഇത് ഗേൾസിന്റെ ആണ്. ഗേൾസിന്റെ. അത് ജെന്റ്സിന്റെ. ഇത് ജെന്റ്സിന്റെ. ഇത് വേണമെങ്കിൽ ഒരു ഓവർകോട്ട് ഒക്കെ ആയിട്ട് ഇടാം. പിന്നെ വിവിഡ് എന്ന് പറയുന്ന ഇതുമാതിരി ദുപ്പട്ടാസ് ഉണ്ട് അവർക്ക്, സാരീസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ടോപ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കശ്മീരി ടൈപ്പുള്ള ടോപ്സ് ഉണ്ട്. പിന്നെ സാരി കാണിക്കാനാണെങ്കിൽ ഇതാ നല്ല ഭംഗിയുള്ള സാരി ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് യുണീക്ക് ഐറ്റംസ് ആണ് വിവിഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിനുള്ള. ഇത് കണ്ടോ, ഇങ്ങനത്തെ സാരീസ്, കട്ട് വർക്ക് സാരീസ്, ഇങ്ങനത്തെ സാരീസ് ഉണ്ട്. ജ്വല്ലറീസും ഉണ്ടല്ലോ. ജ്വല്ലറീസ് ഉണ്ട്. അഫോർഡബിൾ, വളരെ അഫോർഡബിൾ റേറ്റ്സിലുള്ള ജ്വല്ലറീസ്. ക്യൂട്ട് ആയിട്ടുള്ള ഇയറിംഗ്സ്, സ്റ്റാർട്സ് പോലത്തെ എല്ലാം 200 ഉള്ളൂ. എല്ലാം ക്യൂട്ട് ആയിട്ട് കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അവർക്ക് പല വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട്. ഇത് കാണിച്ചോണ്ട് എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. ഡാഡി ഇപ്പൊ വിളിക്കുന്നുണ്ട്. കിയാറ എന്ന് പറഞ്ഞ ബ്രാൻഡിനും ഇതുമാതിരി ട്രഡീഷണൽ വെയർ ഉണ്ടോ, ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള കമ്മലും മാലയൊക്കെയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടോ, ഇതെന്താന്നറിയോ? ഇത് നമ്മള് ഞാനിവിടെ കൊണ്ട് കെട്ടണേ, പക്ഷെ ഇവിടെ കൊണ്ട് കെട്ടില്ലേ, കൊണ്ട് കെട്ടിയിട്ട് ഇതിങ്ങനെ കവർ ചെയ്യാൻ. അപ്പൊ ആ കൊണ്ടയുടെ വൃത്തിയുടെ അറിയില്ല. അത്യാവശ്യം, പക്ഷെ അത് തൊപ്പി പോലെ ഞാൻ വെച്ച ഇങ്ങനെ വെക്കേണ്ടി വരും. എല്ലാവർക്കും അയ്യോ കൊണ്ടയ്ക്ക് തൊപ്പി. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതും അതുമാതിരി തന്നെ പിൻ ചെയ്ത് ഇങ്ങനെ മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിൻ ചെയ്യാം കൊണ്ടയുടെ മേലെ കേട്ടാ. ഇറങ്ങാം, ഡാഡിനെ അങ്ങോട്ട് പോകണം, വിളിക്കുന്നുണ്ട്. ഇതും കൊള്ളാലോ, ഡീകോർ ബ്രാൻഡ്. ഇത് നമ്മുടെ പുതിയ ഡീകോർ ബ്രാൻഡ് ആണ്. ഇതൊക്കെ അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇതിനെ കൂടെ സോപ്പ് എടുത്തിട്ട് ക്ലീൻ. ഇവരെന്താ അറിയോ, ബ്രഷ് ഇതിന് മേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമൊക്കെ ഇതിലല്ലേ വീഴുള്ളൂ, പുറത്തൊന്നും താഴെ ഒന്നും വീഴില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ടർക്കിഷ് പാറ്റേൺ സെറാമിക്സ് ഉണ്ട്. പിന്നെ പൊതുവെ നല്ല നല്ല ക്യൂട്ട് ഡീകോർ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയില്ലേ, ഇത് ഷെൽസ് വെച്ചിട്ടുള്ള ഗണപതിയാ. ഭംഗിയില്ലേ, ബി കൈൻഡ്, അതും നല്ലതാ.
യുണീക്ക് Pieces ഉണ്ട്. സാധനങ്ങളാണ് അല്ലെ. ഇതൊക്കെ കിച്ചണിൽ വെക്കുന്നതാണ് ഇതൊക്കെ. അതെ, അല്ല എഴുതി വെക്കാലോ. ടുഡേ നോ ഫുഡ്. ഇതവിടെ ആരതിക്ക് ഒരെണ്ണം കൊടുക്കണം, അവര് മെനു എഴുതി വെക്കുന്നതല്ലേ. അതുപോലെ അങ്ങനെ ഡാഡിയുടെ ബർത്ത്ഡേ കാരണം നമ്മള് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഗ്രാൻഡി വന്നിരിക്കുവോ ഡാഡി. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. സൂപ്പർ ഷർട്ട്, അടിപൊളി ഇത് അല്ലേ. ഫുൾ ഫോട്ടോ എടുത്ത് പ്രാണയുടെ അല്ലേ. മുടി ഇങ്ങനെ കെട്ടി വെച്ച് ബേസിൽ ജോസഫിനെ ഇതൊരെണ്ണം വിറ്റു. രാജുവിന്റെ എംബ്രാന്റെ എമ്പുരാന്റെ പ്രൊമോഷനും ഇതേമാതിരി ആയിരുന്നു. രാജു ഇതുപോലത്തെ അത് കുട്ടനാടൻ സ്റ്റൈലായിരുന്നു. വീട് കട്ടൻ അടിപൊളി, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മമ്മി എന്താ ഗിഫ്റ്റ് കൊടുത്തേ? ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ കൊടുത്തേ? പറ. അതാണോ ഗിഫ്റ്റ്? അത് മതിയോ? സൂപ്പർ ആയിരുന്നു. എന്താ വന്നിരിക്കുന്നതെന്ന് പക്ഷെ വെലോസിറ്റിയുടെ അത്രയും വരുമോ ഇല്ലയോ നോക്കണം. അവിടുത്തെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. നോക്കട്ടെ, ചീസ് ചെറി പൈനാപ്പിൾ. ഇത് വെലോസിറ്റി ആണ് ഞങ്ങളുടെ ഫേവറേറ്റ് ആക്കിയത്. പൈനാപ്പിൾ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടാ, ആ ടേസ്റ്റാ. ഉള്ളിത്തോളം തണുപ്പ് കുറച്ചും കൂടെ വേണമായിരുന്നു. അവരത് അവിടെ ഐസിലാണ് സെർവ് ചെയ്യുന്നത്. പൈനാപ്പിളിന് കുറച്ചും കൂടെ തണുപ്പുണ്ടെങ്കിൽ പക്കയാണ്. ഇത് നോക്കിക്കേ, വെജിറ്റബിൾ കുർമ, ബിരിയാണി, ഇവിടുത്തെ ഏറ്റവും ഫേമസ് മീൻ പൊള്ളിച്ചത്, അതല്ലാതെ പോർക്ക് ഫ്രൈ, കരിമീൻ പൊള്ളിച്ചത്, പോർക്ക് ഫ്രൈ. ഈ കരിമീൻ പൊള്ളിച്ച ആർക്കാ? ആലോചിച്ച് നോക്ക്, എങ്ങനെ ഇരുന്ന ആളാന്ന് നോക്ക്. ഡാഡിക്ക് കൊതി വന്നിട്ട് നോണ് വെജ് കഴിക്കില്ല ഇപ്പം, നോണ് മാത്രം മതി. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ. മമ്മിയുടെ കാര്യം പറഞ്ഞേ, ടേസ്റ്റ് ഇല്ല അന്ന്. ഡാഡിക്കാണെങ്കിൽ കൊതി വന്നിട്ട് കഴിക്കാനും പറ്റുന്നില്ല. ഭയങ്കര ടേസ്റ്റ് കേട്ടാ. വെറുതെ ഒരു മാർക്കറ്റിംഗോ ഒരു ഇൻഫ്ലുവൻസറോ ഒന്നും ഇല്ലാതെ എപ്പോഴും ഫുള്ളായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഗ്രാൻഡ്. അതിന്റെ കാരണം ഈ ബട്ടർ നാൻ കഴിച്ചാൽ തന്നെ മനസ്സിലാവും എന്തൊരു സോഫ്റ്റാണ്, ഒട്ടും ഹാർഡായിട്ടില്ല. ബട്ടറിന്റെ മണം മാത്രമല്ല, ടേസ്റ്റ് വരെ പ്രോപ്പറായി ബട്ടർ ഇട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡാഡി? ഭയങ്കര ടേസ്റ്റ് അല്ലേ? വെരി ഗുഡ്. കണ്ടാ, ബർത്ത്ഡേ ബോയ് ഭയങ്കര ഹാപ്പിയായി. മമ്മിക്കാണെങ്കിൽ ഇവിടെ നല്ല കരിമീൻ, എനിക്കാണെങ്കിൽ നല്ല പോർക്ക് ഫ്രൈ ആയി. ബട്ടർ നാനും പോർക്ക് ഫ്രൈയും ഒരു കോമ്പിനേഷൻ ആണെന്ന് ആരും പറയില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. പ്രിയ ആണെങ്കിൽ ആസ് യൂഷ്വൽ ബിരിയാണി ആൻഡ് പപ്പടം. ആണോ? ഇപ്പോഴാണ് ഡാഡിയുടെ ഷർട്ട് ഫുള്ളായി കാണിക്കാൻ പറ്റിയത്. അതിന് പ്രത്യേകം പറഞ്ഞാണ് ഫോട്ടോ എടുത്ത് അയക്കാനായിട്ട്. എന്നാലും കറക്റ്റായി ചേരുന്നുണ്ട് ഡാഡി. യങ്, 79 years യങ്. അപ്പൊ അടുത്ത വർഷം എന്തായിരിക്കും? അതെ. ഓ, ഡാഡി മോഡലിംഗ്, മോൾക്ക് വേണ്ടി മോഡലിംഗ് ചെയ്ത് നോക്കിക്കേ. ഓ, അടിപൊളി. അടുത്ത വർഷം നമുക്ക് ഇത്തവണ നമ്മൾ ഗ്രാൻഡ് ഹോട്ടലിൽ സെലിബ്രേറ്റ് ചെയ്തു. അടുത്ത തവണ ഭയങ്കര ഗ്രാൻഡ് ആക്കണം ഡാഡി, ഉറപ്പല്ലേ? അതെ, ഇത്തവണ ഷൂട്ടിങ്ങിന് പോയി അവര്. ഹാളില് ഒരു ഹാൾ അറേഞ്ച് ചെയ്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. പുറത്തല്ലേ, ഇവിടെ എറണാകുളത്ത് ഒരു ഹാൾ അറേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് നമ്മുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി പോലെ നടത്തണം. ഓക്കെ ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.